നമ്മളൊരു ഡയറക്റ്റ് നമ്മുടെ ഒരു കസ്റ്റമർ വിളിക്കാൻ തരാം, നിങ്ങളെ നമ്പറായിട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഡയറക്റ്റ് സപ്ലൈ ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ ഡീലേഴ്സിനായിട്ട് കണക്ട് ചെയ്യാം. ആക്ച്വലി നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ ഡീലേഴ്സ് ഉണ്ട്, എന്താ ഡീലേഴ്സ്? നമ്മള് പൊതുവെ ഡയറക്റ്റ് സെയിലിംഗ് ഇല്ല, നമ്മള് ഡീലർ ത്രൂ മാത്രമേ സെയിൽ ചെയ്യണം. കാരണം നിങ്ങൾക്കറിയാലോ, ഓൺലൈൻ ബിസിനസ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ എതിർപ്പുള്ളൊരു കേസാണ്. കാരണം ഞാൻ നിങ്ങൾ സത്യാവസ്ഥ പറയാം. ഇപ്പൊ നിങ്ങളെ വൈഫ്, നിങ്ങൾ തത്സമയം ഒരു ബിസിനസ്സുകാരനായിരിക്കും, ഒരു ഷോപ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇങ്ങനെ ബിസിനസ് ചെയ്ത്, അല്ലെങ്കിൽ ഫുഡ് വെയറോ അല്ലെങ്കിൽ ടെക്സ്റ്റൈലോ ആയിരിക്കും. നിങ്ങളെ വൈഫ് വാങ്ങിക്കുന്ന സാധനം തേച്ചു ഓൺലൈനിലായിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളെ പോലത്തെ നിങ്ങളെ വൈഫ് നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിക്കും, നിങ്ങൾ ഓഫ്ലൈനിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എന്തായി തീരും? ആ നാട്ടിൽ എന്താവും? പിന്നെ എങ്ങനെ മീൻസ് ഒരു എന്താ ഫിനാൻഷ്യൽ ഫണ്ട് ഫ്ലോ ഉണ്ടാവും, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവും. അപ്പൊ ഞാൻ എപ്പോഴും ബൂസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഡീലർമാരെ, ഡീലർ ത്രൂ മതി നമുക്ക് സെയിൽ. കാരണം അവരുണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. കാരണം മനസ്സിലായില്ല, ഒരു നാട്ടിന്റെ വളർച്ച എന്ന് പറയുന്നത് തന്നെ ആ നാട്ടിലെ ഫണ്ട് ഫ്ലോ ഉണ്ടെങ്കിലേ ആ നാട്ടിൽ വളർച്ചയുണ്ട്. നമ്മളിപ്പോ ഓൺലൈനിൽ കുറെ പർച്ചേസ് ചെയ്തിട്ട് ആ പൈസ കുറെ സ്ഥലത്ത് വേറെ ഏതെല്ലാം സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ നാട്ടിൽ വളരെ ദാരിദ്ര്യമുണ്ട്. ഇപ്പൊ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങളിപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആളല്ല. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന അധികം ബംഗാളികളും ആസാമികളിലായിരിക്കും നിങ്ങളെ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുക. നിങ്ങൾ കൊടുക്കുന്ന പൈസ അവര് ഉപയോഗിക്കുന്നില്ല, നാട്ടിൽ ഉപയോഗിക്കില്ല, നമ്മളെ നാട്ടിൽ ഉപയോഗിക്കില്ല. ആ പൈസ അവരെ നാട്ടിലേക്ക് ഉപയോഗിക്കുക. അപ്പൊ ആ പൈസ ഈ നാട്ടിൽ കറങ്ങുന്നില്ല. അപ്പൊ നേരെ മറിച്ച് ഈ നാട്ടിലുള്ള ആളാണ് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ അയാൾക്ക് ഒരു 10-25,000 സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മുടെ ഒരു കടക്ക വാങ്ങിക്കും. അപ്പൊ നമുക്ക് കടക്ക കച്ചവടം ചെയ്ത് നമുക്ക് ലാഭം കിട്ടും, നമ്മൾ അയാൾക്ക് വീണ്ടും ജോലി കൊടുക്കും. അങ്ങനെ ഒരു ഫ്ലോ ഉണ്ടാവും, സൈക്കിളായിട്ട് ഫണ്ട് ഫ്ലോ ഉണ്ടാവും. നേരെ മറിച്ച് ഈ ഇത്രയും കാര്യങ്ങൾ കുറെ കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ എപ്പോഴും പിന്നെ ഓഫ്ലൈൻ മാർക്കറ്റാണ് കൂടുതൽ താല്പര്യം. പിന്നെ ഇപ്പൊ നിങ്ങളെ ചാനൽ ചെയ്യാൻ കാരണം ഇത്രയും കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇത് ഇൻഫോർമേറ്റീവ് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് നല്ലത്. നമ്മുടെ ബെഡിന്റെ ഒരു റോ മെറ്റീരിയൽ വന്നിട്ട് ബെഡിന്റെ പ്രോസസ്സ് മൊത്തം നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഓക്കെ, നമ്മളിപ്പോ ആക്ച്വലി ഉണ്ടാക്കുന്നത് സ്പ്രിംഗ് മാട്രസും ആണ്, അതുപോലെ പിന്നെ ഓർത്തോപെഡിക് ബേസ്ഡ് മാട്രസ് ആണ്. ഓർത്തോപെഡിക് മാട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ടൈപ്സ് ഓഫ് ഫോംസ് ഉണ്ട്. അത് പല ഡെൻസിറ്റിയിൽ പല ടൈപ്പ് ഓഫ് ഫോംസ് ആണ്. സൂപ്പർ സോഫ്റ്റ് ഫോം ഉണ്ടാവും, HR ഫോം ഉണ്ടാവും, മെമ്മറി ഫോം ഉണ്ടാവും. അങ്ങനെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പല ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഒരാൾക്ക് ഏത് സർഫസാണ് കൂടുതൽ പിന്നെ കംഫർട്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് ആ മാട്രസിനെ പിന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സ്പ്രിംഗ് മാട്രസ് അതേപോലെ നമ്മൾ പൊതുവെ ഹോട്ടൽസ്, റിസോർട്ട്സ് ഒക്കെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. പറഞ്ഞ പോക്കറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന സാധനം ഏറ്റവും പ്രീമിയം സാധനമാണ്. പക്ഷേ ഈ പോക്കറ്റ് സ്പ്രിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മളിപ്പോൾ റിസോർട്ട്സ്, ഹോട്ടൽസ് എല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 3 days 4 days ഒക്കെ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് ഭയങ്കര കംഫർട്ടായി. നേരെ മറിച്ച് അത് വീട്ടിൽ ഉപയോഗിക്കുക, ഒരു പ്രൊലോങ്ഡ് ആയിട്ട് ഒരു ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അതായത് ഏജിനെ ഡിപ്പെൻഡ് ചെയ്യാതെ. അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ തന്നെ അവർ പറയും ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, കാരണം നടുവേദന ഉണ്ടാവും. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഓർത്തോ ബാക്ക് സപ്പോർട്ട് മാട്രസ് ആണ് ഏറ്റവും നല്ലത്. അതായത് സോഫ്റ്റ്നെസ്, ടോപ്പ് സൈഡ് സോഫ്റ്റ്നെസ് ഉണ്ടാവും, ആവശ്യത്തിനുള്ള സോഫ്റ്റ്നെസ് ഉണ്ടാവും, ബേസ് നല്ല ഹാർഡും ആയിരിക്കും. അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ ആദ്യം 1-2 ദിവസം ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യെങ്കിലും പ്രൊലോങ് യൂസിൽ ഭയങ്കര കംഫർട്ടായി. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ മാനുഫാക്ചറിങ് കമ്പനിയിലാണ്. എന്തെല്ലാം പ്രോസസ്സിലൂടെയാണ് ഇപ്പൊ ഓരോ റോ മെറ്റീരിയൽ ആയിരിക്കുമല്ലോ, എന്തെല്ലാം പ്രോസസ്സിലൂടെയാണ് ഒരു ബെഡ് ഉണ്ടാക്കാൻ കടന്നു പോകുന്നത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഓ തീർച്ചയായും. ഒന്ന് ഇതിന്റെ ഓരോ സ്റ്റെപ്പുകളൊന്ന് പറഞ്ഞാൽ അവിടെ നേരിട്ട് തന്നെ കാണാം. ഓക്കെ. ഡോക്ടറെ, നമ്മുടെ ചാനൽ കാണുന്നത് നമ്മുടെ വീടിന്റെ ആളുകൾക്ക് മാത്രമല്ല, നമ്മുടെ കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളൊക്കെ കാണുന്നുണ്ട്. ഒരു ബെഡിന്റെ പ്രോസസ്സ് അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് ഒരു റോ മെറ്റീരിയലായി വന്ന് അതൊരു ബെഡായിട്ട് മാറുന്ന ആഗ്രഹം ഉണ്ടാവും. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങുകയാണ്, ഇവിടെ ഒരു ഫസ്റ്റ് പ്രൊസീജിയർ ആണ് സംശയം ഉണ്ടല്ലേ? ഇത് ഓർത്തോപീഡിക് മാട്രസിന്റെ കൺസ്ട്രക്ഷൻ, ഇത് ഡിഫറെന്റ് ലെയേഴ്സ് ആണ്.
ഇതിലിപ്പോ റീബോണ്ടഡ് ഫോം ഉണ്ടാവും, ഡെൻസിറ്റി ഫോം ഉണ്ടാവും, HR ഫോം, ഹൈ റെസിലന്റ് ഫോം ഉണ്ട്, സൂപ്പർ സോഫ്റ്റ് ഫോം, ഇതാണ് soft form. സോഫ്റ്റ് ഫോം, സൂപ്പർ സോഫ്റ്റ് ഫോം. ഇത് വേണമെങ്കിൽ നമുക്ക് മെമ്മറി ഫോം കൂടി ആഡ് ചെയ്യാം, ലാറ്റക്സ് ആഡ് ചെയ്യാം. അത് ഒരു റേഞ്ചിനനുസരിച്ചിട്ടാണ് പ്രീമിയം കൂടി പ്രീമിയം കൂടി വരും. നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈൽ ഇതാണ്. ഇതൊരു 6 ഇഞ്ച് തിക്നെസ്സിൽ. ഇതിന് മെയിൻ ആയിട്ട് നമ്മൾ ലെയർ ആയിട്ടാണ് ഇതിനെ ഗ്ലൂ ചെയ്യല്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇമ്പോർട്ടഡ് റോബോട്ടിക് മെഷീൻ വെച്ചിട്ട്, റോബോട്ടിക് ജർമ്മൻ മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ഗ്ലൂ വെച്ചിട്ടാണ്, ഹോട്ട് മെറ്റൽ ഗ്ലൂ വെച്ചിട്ടാണ് ഇതിനെ ഗം ചെയ്യല്. സാധാരണ യൂസ് ചെയ്യുന്നില്ല, മറ്റു സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്ന ചാൻസ് കുറവാണ്. ഇല്ല, ഇത് നമ്മൾ കുറച്ച് എക്കോ ഫ്രണ്ട്ലി ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പ്രീമിയം ആണ്, കുറച്ചും കൂടി പ്രീമിയം ആണ്. കുറച്ച് ഗ്ലൂയിങ് കപ്പാസിറ്റിയും കൂടും, ഡ്യൂറബിലിറ്റിയും കൂടും. അതുകൊണ്ട് ഇത് ഉപയോഗിക്കും. ഇതിന് ശേഷം നമ്മൾ ശേഷം ഇങ്ങോട്ട് വരുന്നതാ. ഇതിന് നമ്മൾ ഇതിന് ശേഷം ഫർണിഷിംഗ് ലെവലിലേക്ക് വെക്കുക. പിന്നെ താഴെ ഇതുണ്ട്, അലൈൻമെന്റ്സ് താലും ഉണ്ട്. അപ്പോ നിലവിൽ ഇത് വലിയ മെഷീൻ ആണല്ലോ. ഇതിന്റെ പ്രോസസ് എന്തൊക്കെയാണ്? ഇതാണ് ക്ലോത്ത് കുൾട്ടിംഗ് മെഷീൻ. ഇതിലാണ് ക്ലോത്തിന്റെ ഔട്ടർ കവറൊക്കെ കുൾട്ട് ചെയ്യും. ഇതാണ് കുൾട്ട് ചെയ്ത് അതിന്റെ സൈസ് ആയിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. ഇതാണ് ടാബ്ലറ്റ് മെഷീനാണ്. ഇതിലാണ് പിന്നെ മാട്രസ് ഫിനിഷ് ചെയ്യും. ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് അവിടെ. ആ മെഷീൻ മൊത്തം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. മൊത്തം റൊട്ടേറ്റ് ചെയ്യും. ഇവിടെ ഇത് സെയിം തന്നെ. അങ്ങനെ എത്ര മെഷീൻ? 3 മെഷീനാണോ ആക്ച്വലി ഇവിടെ അത് നടക്കുന്ന അത് സെറ്റിംഗ് ചെയ്യുന്നത്. അവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരും. സാധനം വന്നിട്ട് ഇതായി കഴിഞ്ഞാൽ അതിന്റെ ഔട്ടർ കവറൊക്കെ അവിടെ നിന്ന് ഇട്ട് കൊടുക്കും. അവിടെ വന്നിട്ട് ടാബ്ലറ്റ് ഇട്ടിട്ട് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യും. ഇതിന് വേണ്ട ഫോംസ് ഒക്കെ ഇവിടെ വരുന്നത് നമ്മള് പുറത്താണ് വരുത്തിക്കുന്നത്. പൊതുവെ പുറത്തുനിന്നാണ് സാധനം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇല്ല, ഇന്ത്യയിൽ തന്നെയാണ് വരുന്നത്. ചില സാധനം ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഡോക്ടർ, ഈ ഒരു ഭാഗത്ത് എന്തൊക്കെയോ വർക്കുകൾ വരും? ഇവിടെ മെയിൻ ആയിട്ട് സ്പ്രിംഗിന്റെ അസംബ്ലിംഗ് സെക്ഷൻ ആയിട്ട്. അസംബ്ലി എന്ന് പറയുമ്പോൾ ഒന്നും കൂടി എക്സ്പ്ലെയിൻ പറയുകയാണെങ്കിൽ, സ്പ്രിംഗിന് നമ്മള് കേസ് ഇതേപോലെ കേസ് വരും. ഇത് കേസിന് നമ്മള് ഫോം വോളിംഗ് വെച്ചിട്ട് ഇതേപോലെ ഫോം വാൾ വെച്ചിട്ട് അതിനെ ഫിനിഷ് ചെയ്യും. അതിന്റെ മുകളിൽ താലും പിന്നെ ഹാർഡ് ഫെൽറ്റ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ആക്കിയെടുക്കും. ഇത് കട്ടിങ് കൂടിയാണ്. ഇത് അതിനെ കണ്ടെന്നിട്ട് ഇവിടെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കും. അതായത് എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോ ഇതാണ് കോയിലിംഗ് മെഷീൻ. അല്ല, ഇതേപോലത്തെ ഒരു മെഷ് ഇപ്പൊ നമ്മളെ ബെഡിന്റെ ഉള്ളിലുണ്ടോ? ഇങ്ങനത്തെ ഒരു സംഭവം ഇത് ബെഡിന്റെ ഉള്ളിൽ പോകുന്നതാണോ? ഇത് ബോണസ് സ്പ്രിംഗ് ഐറ്റം. ഇത് ബോണസ് സ്പ്രിംഗിന്റെ കേസ് ആണ്. ഇതാണ് മെഷീൻ. ബോണസ് സ്പ്രിംഗ് ഇവിടുന്നാണ് ഇത് കോയിൽ ഉണ്ടാകുക. സ്പ്രിംഗിന്റെ കോയിൽ ഇവിടുന്ന് ഇതിലാണ് ഉണ്ടാകുക. അത് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് അസംബിൾ ചെയ്യും. അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം സൈസ് ആയിട്ട് കൺവേർട്ട് ആവും. ഒരേ സൈസ് ഏതാ സൈസ് വേണം ആ സൈസിന് കൺവേർട്ട് ചെയ്യും. ഇതിന്റെ അടിയിലാണ് നമ്മൾ അത് സൈഡിൽ പാക്ക് ചെയ്യും. ഫോം വെച്ച് പാക്ക് ചെയ്യും. ടോപ്പം നമ്മൾ ഹാർഡ് ബെൽറ്റ് വെച്ച് ചെയ്യും. പിന്നെ ഫോം അതൊരു ഐറ്റത്തിന് ഫോമിന്റെ ടെക്നിക്ക് നോക്കി. ഈ ഒരു മെറ്റലിന്റെ സംഭവം എല്ലാ ബെഡിന്റെ ഉള്ളിൽ വരുന്നുണ്ടോ? ഇല്ല, സ്പ്രിംഗ് മാട്രസിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, 2 ടൈപ്പാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഉണ്ടാക്കുന്നത്. ഒന്ന് സ്പ്രിംഗ് മാട്രസ്, അത് സ്പ്രിംഗിൽ തന്നെ പോക്കറ്റ് സ്പ്രിംഗ് ഉണ്ട്, അതുപോലെ ബോണസ് സ്പ്രിംഗ് ഉണ്ട്. നെക്സ്റ്റ് വന്നിട്ട് പിന്നെ ഓർത്തോമാറ്റിക് വരുമ്പോൾ കോസ്റ്റ് എല്ലാം കൂടുതലല്ല, മെറ്റലല്ലേ വരുന്നത്. ഇല്ല, ഇതിന് സ്പ്രിംഗിന് ഇപ്പോൾ പൊതുവേ റേറ്റ് കുറവാണ്. പക്ഷെ ഇതിന് സ്പ്രിംഗിന് എപ്പോഴാണ് ഇതിന് കോസ്റ്റ് കൂടാന്ന് പറയുന്നത് അതിന്റെ മോൾ ഉപയോഗിക്കുന്ന ഫോമിനനുസരിച്ചാണ്. ബേസിക്കലി എല്ലാവരും ഉപയോഗിക്കുന്ന സാധാരണ സ്പ്രിംഗ് ഉപയോഗിക്കും. എല്ലാവരും ഒരേ ടെക്നോളജി തന്നെയാണ്. പക്ഷെ അതിന്റെ കംഫർട്ട് വരുന്നത് അതിന്റെ ടോപ്പിൽ ഉപയോഗിക്കുന്ന ഫോമിനനുസരിച്ചാണ്. മെയിനായിട്ട് ഇപ്പൊ സ്പ്രിംഗ് മാട്രസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിന്റെ അബോ 8 ഇഞ്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ. 8 ഇഞ്ച് 10 ഇഞ്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം എത്രത്തോളം അതിന്റെ മുകളിൽ ഫോം കൊടുന്നോ അത്രത്തോളം അതിന്റെ കംഫർട്ടും വരും, ഡ്യൂറബിലിറ്റി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം സ്പ്രിംഗ് മാട്രസ് പലപ്പോഴും ഈ 6 ഇഞ്ചൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മടുപ്പ് വരും. ഇങ്ങനെ തറക്കുന്നതിന്റെ ഒരു പ്രശ്നം വരും. അപ്പൊ അത് വരുന്നത് വെച്ചാൽ ഉണ്ടാക്കുന്ന ആളെ പ്രശ്നമാണ്. അതല്ലാതെ സ്പ്രിംഗ് മാട്രസിന്റെ പ്രശ്നമല്ല. അത് ശരിയായ രീതിയിൽ നമ്മൾ ശരിക്കും ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു 10 വർഷമൊക്കെ വളരെ സുന്ദരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം മോസ്റ്റ്ലി യൂറോപ്യൻ കൺട്രീസിലൊക്കെ 80% ആൾക്കാർ ഉപയോഗിക്കുന്ന സ്പ്രിംഗ് മാട്രസാണ്. ഇന്ത്യയിൽ മാത്രമേ വളരെ കുറച്ച് ആൾക്കാരെ സ്പ്രിംഗ് മാട്രസ് ഉപയോഗിക്കുന്നുള്ളൂ. ശരിക്കും ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന മാട്രസ് സ്പ്രിംഗ് മാട്രസ് ആണ്. അതിനുണ്ടാക്കുന്ന രീതി അനുസരിച്ചിട്ടാണ് അതിന്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. പലപ്പോഴും ഇവിടെ അൺഓർഗനൈസ്ഡ് സെക്ടറുള്ള ആൾക്കാർ ഇത് വാങ്ങി ജസ്റ്റ് ഇതിന്റെ മുകളിൽ ഒരു സാധാരണ ഒരു തുണിയെല്ലാം ഇട്ടിട്ട് അങ്ങ് അടിച്ചു കൊണ്ടുപോകുമ്പോൾ അതിന്റെ കാരണം കാണുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ ഉണ്ടാവും. പക്ഷെ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഞാൻ പറയുന്നത് വെച്ചാൽ എപ്പോൾ സ്പ്രിംഗ് മാട്രസ് വാങ്ങിക്കുന്ന സമയത്ത് ഒന്ന് റെപ്യൂട്ടഡ് ഫേമിന്റെ മാട്രസ് തന്നെ വാങ്ങിക്കാം. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ടോട്ടലി ബെഡിന്റെ എല്ലാ പ്രൊസീജിയറും നമ്മൾ കാണിച്ചു തന്നു. അപ്പോൾ ഇവരുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡീലില്ല, ഒരു ഡീലേഴ്സിന്റെ നമ്പർ ഇവരെ വിളിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ മലബാറിലെ പ്രമുഖ എല്ലാ കമ്പനികളിലും ഒരു ബെഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു ബെഡ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമന്റും മറക്കാതെ അടുത്ത വീഡിയോ കാണാം.